അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ വീണ്ടും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നേക്കാണ്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കൊക്കെ ആയിട്ട് ഓടി നടക്കുമായിരുന്നു. അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞേട്ടാ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നടക്കില്ലേ പരിപാടി, അതെനിക്കറിയാം. പിന്നെ മടിയാവും, അവിടെ കുക്കിങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോവും. ഇതിപ്പോൾ ക്യാമറ എങ്ങനെയാണ് ഞാൻ പിടിക്കണേ ഈശോയെ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ എൻ്റെ ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ ഇനി വ്യത്യസ്തമാണ്. എന്താ പറയുക, കുക്കിങ്ങും കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നോക്കേണ്ടത്, ഇവിടെയാണ് ഞാൻ നോക്കേണ്ടത്. ഞാൻ രണ്ടിടത്തേക്കും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇനി ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മറ്റേ സ്ഥിരം വീട്ടിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്ളോഗിനുള്ളൊരു കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ മോർണിംഗ് റുട്ടീനും അതുപോലെ ഈവനിങ്ങും ചുട്ടിയുള്ള ദിവസമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദൈവമേ, കാണിക്കാൻ പറ്റുമോ തമ്പുരാനറിയാം. ഇനി ഫുൾ ടൈം ഉറക്കാവോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഉറങ്ങാൻ എനിക്ക് അത്ര വലിയ ക്രേസുള്ള ആളൊന്നുമല്ല, എന്നാലും ഇഷ്ടമാണ് ഉറങ്ങാൻ. അപ്പോൾ ഉഷാർ കുറവൊക്കെ തോന്നിട്ടു ചിലപ്പോൾ ഈ വീഡിയോയിൽ, കാരണം പോയി വന്ന എൻ്റെ ക്ഷീണം കൊണ്ടാണ്. ഇപ്പോൾ ഇൻട്രോ എടുത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവുക, എടുക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഇൻട്രോ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വേഗം ഫ്രഷ് ആവും, ഞാൻ വേഗം ജിമ്മിലോട്ട് പോവും. എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഏറ്റവും പേടി എൻ്റെ ജിമ്മും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ മുടങ്ങുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ജോലി കിട്ടുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളും ജിമ്മിൽ പോലൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കൊറോണയുടെ സമയത്ത് ഒരു 2 വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തു. അതല്ലാതെ ആ സമയത്ത് ഞാൻ വീട്ടിൽ ത്രെഡ്മില്ല് മേടിച്ചിട്ട് അപ്പോഴും ഞാൻ വീട്ടിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ 2 വർഷം. ഇപ്പോൾ ഞാൻ വീണ്ടും അത് ജിമ്മിൽ പോയി തുടങ്ങി. പക്ഷേ ജോലി കിട്ടിയെന്ന് വെച്ചിട്ട് അതിനൊരു തടസ്സവും വന്നിട്ടില്ല, എനിക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ജിമ്മിൽ പോവും. പിന്നെ സമയമില്ല, ടപ്പേന്ന് എല്ലാ പണികളും വേഗം വേഗം തീർക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം കുക്കിങ്, പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും പിന്നെ കഴിക്കാനുള്ളത് വിചാരണാണെങ്കിലും ഒക്കെ തയ്യാറാക്കണം. ഇത് കഴിഞ്ഞ് പോയിട്ട് വേണം. അപ്പോൾ വേഗം എക്സസൈസും കാര്യങ്ങളും വേഗമല്ല, സ്ലോവിലി തന്നെ ചെയ്യണം, വേഗം ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ ഒരു മടി. പിന്നെ അവിടെ എല്ലാവരും ഉണ്ട്, വർക്കൗട്ട് ചെയ്യുന്നവർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ ഒരു മടിയാവില്ലേ, അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികമൊന്നും കവർ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റീം റൂമുണ്ട്, സൗനിയുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അതിൽ ഏതാ നമുക്ക് സൗകര്യം, സമയം ഏതിനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ്. എനിക്ക് ജിമ്മിൽ ഇത് ഇൻക്ലൂഡാണ്, എൻ്റെ ജിമ്മിൽ ഇതൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ശനിയാഴ്ചയും കൂടി ഉണ്ട്, ഞായറാഴ്ച ജിമ്മ് ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വേണം കുക്കിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നാളെ ഇനി മുടവാണല്ലോ, ഓഫാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ കറി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എന്ത് ചെയ്തു, പോർക്കിറച്ചി മേടിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 സവോള അരിഞ്ഞെടുത്ത് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി, ഇതൊക്കെ വേണ്ടു. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ ഇപ്പോൾ കുറേ നാളായി പോർക്കിറച്ചി കഴിച്ചിട്ട്. പിന്നെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നല്ല മൊരിയിച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അങ്ങനെയല്ല ഞാൻ എപ്പോഴും വീട്ടിൽ നമുക്ക് ഡെയിലി കുക്കിംഗ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മഞ്ഞ കളറിലിരിക്കുന്ന ലൈറ്റ് മസാലയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുക. ഈ ഡാർക്ക് കളറിൽ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കയറും, അത് ശരീരത്തിനും നല്ലതല്ല. അങ്ങനെ നല്ല മുരിഞ്ഞ ചുവന്നമുളക് ഇട്ട മസാല നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ തേങ്ങ വറുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോർക്കിറച്ചി വെക്കുമ്പോൾ പലരും ചെയ്യണ, എല്ലാവർക്കും അറിയാം, തേങ്ങ വറുത്ത് പൊടിച്ചിടും, ചിലവർ വറുത്ത് അരച്ചു വെക്കും. ഇത് 2 രീതിയിലും പെടുന്ന കറിയല്ല കേട്ടോ. അതാണ് ഞാൻ എടുത്ത് പറയണേ. അതായത് തോന വെളിച്ചെണ്ണ, നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. തോന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 പിടി തേങ്ങ, 3/4 കിലോ പോർക്കിറച്ചി ഉണ്ട്, ഒരു 3 പിടി തേങ്ങ, 4-5 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഗ്രാമ്പൂ, പിന്നെ ഒരു 5-6 മണി കുരുമുളക്, പിന്നെ എന്നിട്ട് പട്ട ഒരു ചെറിയ കഷ്ണം, എല്ലാം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് എടുക്കുക. ഇപ്പുറത്തെ ഒരു ഉരുളിയിൽ ഒരു 2 സവോള, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, വേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് ഉരുളിയിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ അതവിടെ വഴറ്റുക. തേങ്ങ നല്ലോണം വറുത്തെടുക്കുക കേട്ടോ, അത് മറക്കരുത്. വെളിച്ചെണ്ണ നല്ല ഒഴിക്കണം, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. ഇപ്പുറത്ത് നമ്മുടെ സവോളി സാധനങ്ങളെല്ലാം വഴന്നു വരുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടാണ് വഴറ്റേണ്ടത് കേട്ടോ. അവസാനം തക്കാളി മാത്രം അവസാനം ഇടുക. എന്നിട്ട് തക്കാളി വഴന്നു വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ആദ്യം ഇടുക, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. കാരണം പോർക്കിറച്ചിയിലേക്കൊക്കെ ആദ്യം മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് പോർക്കിറച്ചിയിലേക്കൊക്കെ നല്ല ടേസ്റ്റ്. അതിപ്പോൾ ഇനി നിങ്ങൾക്ക് മുളക് പൊടി ആദ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസവും ആ മല്ലിപ്പൊടിയുടെ ഒരു മണമൊക്കെ ഇറച്ചി കറിയിലേക്ക് നന്നായിട്ട് പിടിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, നമ്മളിട്ട പച്ചമുളകിനനുസരിച്ച് മുളകിൻ്റെ
മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യുക. കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് തോനെ വറുക്കുക എന്നിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിരുന്നില്ലേ, അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിൽ തരി വെള്ളം ഒഴിക്കാതെ ആദ്യം നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് ഈ തേങ്ങ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കിറുകിറാക്കുക. 2 കിറുകിറാക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരും ആ തേങ്ങ. പിന്നീട് നമ്മൾ നിർത്താതെ 1 2 3ലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മഷി പോലെ നല്ല കീലായിട്ട് ഇങ്ങനെ ഓയിൽ പോലെ അടിഞ്ഞു കിട്ടും. തരി പോലും വെള്ളം ഒഴിക്കരുത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഇത് 2 രീതിയിലും പെടില്ല. നമ്മൾ 2 രീതിയും കണ്ടിട്ടുണ്ടാവും. വറുത്തരച്ച് ചാറായിട്ട് വെക്കുന്നതും കണ്ടിട്ടുണ്ട്, പൊടി ചേർത്തിട്ട് വെക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണ്ടവർക്ക് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ഇങ്ങനെ വെക്കാനായിട്ട് നമുക്ക് ഇറച്ചി വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വൈറ്റ് കളറുള്ളത്, വെള്ളം അധികമുള്ള ഇറച്ചി പറ്റില്ല. കാരണം ഈ തേങ്ങയുടെ അരപ്പും കൂടി ആകുമ്പോൾ നല്ല എന്താ പറയുക, ഒരു മണമണന്നനെ ഇരിക്കും. മണമണന്നനെ പറഞ്ഞാൽ ചൊടി ഉണ്ടാവില്ല കഴിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇറച്ചി കൂടുതലുള്ള ഭാഗം എടുക്കണം. അത് ഒരു വട്ടം കഷ്ണമാണ്, അത് കാലിൻ്റെ പീസാണെന്ന് എനിക്ക് തോന്നണം. ഞങ്ങൾ അതാണ് ഇങ്ങനെ വെക്കാനായിട്ട് കൂടുതൽ എടുക്കുക. പക്ഷെ അതിൽ വൈറ്റ് ഉണ്ട് കുറച്ച്. ആ വൈറ്റ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ പോർക്കിൻ്റെ, അത് കുറച്ചേ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറച്ചി എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ അതിൻ്റെ പിക്ചർ കിട്ടുകയാണെങ്കിൽ ഇതിലെവിടെയെങ്കിലും വെക്കാം കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് അടുത്ത് എങ്ങനെയാണ് പോർക്ക് ഇറച്ചി എടുക്കാറ് എന്ന്. ഞാൻ വെസോണെന്ന് അൽമയെന്നാണ് കേട്ടോ എടുക്കാറ്. രണ്ടും എടുക്കാറുണ്ട്, നല്ല ഇറച്ചിയാണ്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞത് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് എങ്ങനത്തെ പോർഷൻ എടുക്കുക എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ വെച്ചു. അപ്പോൾ രാത്രിയിലെ പണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നേരം വെളുത്തു. ഇനി ഇന്നത്തെ പരിപാടികൾ നോക്കണം. ഞാനൊരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ബ്രൗണിയൊക്കെ ഉണ്ടാക്കാൻ. നല്ല സൂര്യൻ്റെ പ്രകാശം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിൽ കായാൻ നിൽക്കുക. നമുക്ക് ഈ വൈറ്റമിൻസൊക്കെ കുറവാണ്, കുറച്ച് നേരം നന്നായി. പക്ഷെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒതുക്കാനുണ്ടായിരുന്നു, പിന്നെ ചെടികളെല്ലാം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ബ്രൗണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഞാൻ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തേക്കണത്. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ അതും കൂടി ഒപ്പം പറയുമ്പം വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചോക്ലേറ്റ് എടുക്കുക. മിൽക്ക് ചോക്ലേറ്റാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കരുതേ, മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക. നല്ല ബട്ടർ ഉപയോഗിക്കുക. അപ്പോൾ ബ്രൗണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉരുക്കിയെടുക്കണം, നമ്മുടെ ചോക്ലേറ്റും ബട്ടറും. ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നന്നായി പതപ്പിച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഉരുക്കിയെടുത്ത ആ ഒരു കൂട്ടുണ്ടല്ലോ, ബട്ടറും ചോക്ലേറ്റും, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ചൂടായിട്ടിരിക്കണമെങ്കിൽ ഇത് ഒരു ഇളം ചൂടേ പാടുള്ളൂ കേട്ടോ, അധികം ചൂടോടെ അടിക്കരുത്. ആദ്യം തന്നെ അത് ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും റെഡി ആയിക്കോളും. കണ്ടോ, കോഴിമുട്ട പഞ്ചസാരയും ചേർന്നിട്ട് ഈ ഒരു പരുവത്തിന് വേണം ബീറ്റ് ചെയ്തെടുക്കാനേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ചേർക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റും ബട്ടർ ഉപയോഗിക്കുക കേട്ടോ. അതാണ് ബ്രൗണിയുടെ ടേസ്റ്റ്. ബ്രൗണി ഉണ്ടാക്കാൻ വേറെ നല്ല ടിപ്പ് ഒന്നും ഇനി പറയാനുള്ളതില്ല. ബ്രൗണിയുടെ ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത് അതുണ്ടാക്കുമ്പോൾ ഉള്ളത് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്, നല്ല ക്വാളിറ്റി ബട്ടർ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കാരണം നമ്മൾ മൈദപ്പൊടിയും കാര്യങ്ങളൊന്നും അല്ല, ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് അതിലത്തെ ഏറ്റവും മെയിൻ. അപ്പോൾ അതുകൊണ്ട് അത് അടിപൊളിയായിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയണേ, ഞാൻ പല ടൈപ്പ് ബ്രൗണികൾ ചെയ്തിട്ടും എനിക്ക് ശരിയാവാതെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഒരു രുചി കിട്ടുന്നില്ല. ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കഴിച്ചായിരുന്നു, അപ്പോൾ ആ ഒരു രുചി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഫോളോ ചെയ്ത് എനിക്ക് ആ ഒരു രുചിയിൽ കിട്ടിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. അതായത് നമ്മൾ മേടിക്കുന്ന പ്രൊഡക്ട്സിനും നല്ല എന്താ പറയുക, വലിയൊരു പങ്കുണ്ട് നമ്മുടെ ഈ റെസിപ്പികളിലൊക്കെ. പ്രത്യേകിച്ച് ബേക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളായിരിക്കണം.
നമ്മൾ സാധാ കുക്കിംഗ് ചെയ്ത് കഴിക്കുന്ന പോലെയല്ല. ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ തന്നെ. സ്വതവേ നമ്മൾ ഹോം മെയ്ഡ് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പ്രത്യേകിച്ച് ചോക്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ, പ്രത്യേകിച്ച് അതാണ് ഞാൻ എടുത്ത് പറയണേ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതില്ല. ആ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ബട്ടറും കൂടിയിട്ടുള്ള ആ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കോഴിമുട്ടയിലേക്ക് പഞ്ചസാരയിലേക്കും ചേർത്ത് ഇളക്കുക. അത് വെച്ചിട്ട് ഓവർ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പതപ്പതപ്പുണ്ടല്ലോ അതൊന്നും കളയരുത് കേട്ടോ. അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൗണി അത്ര നന്നാവില്ല, ചൂവാവില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർക്കണം. മൈദപ്പൊടി അതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈദപ്പൊടി, കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളതൊന്നും ആവരുത്. മൈദപ്പൊടിയും പിന്നെ ചോക്ലേറ്റ്, അതായത് കൊക്കോ പൗഡർ. ഇതിപ്പോൾ ഞാനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ 2 തരം കൊക്കോ പൗഡർ ചേർക്കും. മിൽക്കും ചേർക്കും, മിൽക്ക് കൊക്കോയും ചേർക്കും, ഡാർക്ക് കൊക്കോയും ചേർക്കും. നിങ്ങളുടെ കയ്യിൽ ഏത് കൊക്കോയോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെ അളവ് മെൻഷൻ ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ചേർത്ത് നല്ല അരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കൊക്കോ പൗഡറിൽ തരികളുണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് അരിപ്പയിൽ നല്ല അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അരിഞ്ഞല്ല, അരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ചേർത്ത് ഇളക്കുക. അതും അതെ, നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമുക്ക് യോജിക്കാത്ത പോലെ തോന്നും. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇളക്കി പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇളക്കി ഡിസോർഡർ ആക്കരുത്. ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഓൾറെഡി നമ്മൾ മുട്ട ചേർത്തപ്പോൾ മുട്ടയിലേക്ക് ബട്ടറും ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ചേർത്തപ്പോൾ തന്നെ ഓൾറെഡി അത്യാവശ്യം ഇളകിയിട്ടുണ്ട് അത് മാവ്. പിന്നെ ബീറ്റർ ഇപ്പോഴൊന്നും ഉപയോഗിക്കേണ്ട. പിന്നെയൊക്കെ നമ്മുടെ ബലൂൺ വിസ്ക് അല്ലെങ്കിൽ നോർമൽ സ്പാച്ചുല നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ നേരം കൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് പ്രീഹീറ്റ് ചെയ്യാൻ പോകരുത്, മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടോളൂ. അതിനിടയിൽ പിന്നെ പറയാനുള്ളത് ട്രേ. നിങ്ങൾക്ക് ബ്രൗണിക്ക് ട്രേ വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുക്കുന്നത് കേക്ക് ടിൻ തന്നെയാണ്, സ്ക്വയറിലുള്ള കേക്ക് ടിന്ന്. അതായത് 8 ഇഞ്ചിൻ്റെ എടുത്തേക്കണം. ഇത്ര മാവേ ഉള്ളൂ കണ്ട് കാര്യമില്ല. ഞാൻ 8 ഇഞ്ചിൻ്റെ എടുത്തത് നല്ല പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്കിൻ്റെ ടിന്ന് ഹൈറ്റ് കൂടുന്നത് ഒന്നാമത് ബ്രൗണിക്ക് നന്നാവില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടില്ല. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലഫി മുകളിൽ നല്ല എന്താ പറയുക, തിൻ ക്രസ്റ്റ് ആയിരിക്കും. ഒരു നിങ്ങൾക്കറിയാമല്ലോ ബ്രൗണിയുടെ അതാണല്ലോ ബ്രൗണി. അപ്പോൾ അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടോ, ആ ഒരു തിൻ ക്രസ്റ്റ്. ഇനി കട്ട് ചെയ്യുമ്പോഴാണ് ഇനി അടുത്ത നമ്മുടെ ബ്രൗണിയുടെ ലെവലിൽ പറയാൻ പറ്റുക. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഓക്കെയാണ്. നല്ല തിൻ ക്രസ്റ്റ് മുകളിൽ വന്നിട്ടുണ്ട്. എനിക്കത് അത് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നമ്മൾ ആ അത്രയും വലിയ കേക്കിൻ്റെ ടിന്നെടുത്തുകൊണ്ടാണ് നമുക്കിതുപോലെ പരന്ന് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏത് അളവിനാണ് ഏത് ഷേപ്പിനാണ് മുറിക്കണ വെച്ചാൽ മുറിക്കുക. ഇത് കണ്ടോ, ഇനി മുറിച്ച് കഴിയുമ്പോഴാണ് ഇത് ഫഡ്ജി ബ്രൗണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽട്ടായി പോലെ ഒരു ലെയർ വേണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതുണ്ടോ നോക്കാട്ടോ നമുക്ക്. നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ നിന്ന് പൊടിച്ച് തിന്നുന്നുണ്ട്. നല്ല രുചിയായിരുന്നു കഴിക്കാനായിട്ട്. കണ്ടോ, ഇത് ഫഡ്ജി ബ്രൗണിയാണ്. അപ്പോൾ അതേപോലെ ആ ചോക്ലേറ്റിൻ്റെ കട്ട പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. മുകളിലാണെങ്കിൽ നല്ല തിൻ ക്രസ്റ്റ്. വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. ഫഡ്ജി ബ്രൗണി ഉണ്ടാക്കാറുണ്ട്, കേക്ക് ബ്രൗണി ഉണ്ടാക്കാറുണ്ട്. കണ്ട, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേക ഒരു മണം, എന്തൊരു മണമെന്നറിയോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മുടെ 2 ദിവസം വീട്ടിൽ നിന്ന് മണം മാറില്ല. ഈ ബ്രൗണി ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടാക്കി. കാരണം ഒരെണ്ണം തയ്യാറാക്കിയത് ഞങ്ങളിവിടെ വീട്ടിലെല്ലാവരും എടുത്ത് അത്യാവശ്യം അത് അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരെണ്ണം കൂടി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബ്രൗണി നമ്മൾ തയ്യാറാക്കിയിട്ടാ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ അതവിടെ ഞാൻ തയ്യാറാക്കി വെച്ചു. ഇതിപ്പോൾ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനും ഇതൊക്കെ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുക കാരണം വിജയചേട്ടൻ ഇപ്പോൾ അടുക്കള കിട്ടുന്നുണ്ട്. എനിക്ക് പണ്ട് ഞാൻ വിജയചേട്ടൻ അടുക്കള കയറ്റൂലായിരുന്നു. കാരണം ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല, വൃത്തികേടാക്കി ഇടും അടുക്കളയിൽ. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, വിജയചേട്ടൻ അടുക്കളയ്ക്ക് ഉപയോഗിച്ചാൽ നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ പോരാത്തതിന് എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ 10 കൊല്ലം ഞാൻ വെറുതെ അടുക്കളയിൽ ഇരുന്ന് പണിയെടുത്തു. ഈ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ടത്. നല്ല അടിപൊളിയായിട്ട് കുക്കിങ് ആൾക്ക് ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ താപ്പും തരം നോക്കി അടുക്കളയിൽ കയറി ഓരോന്നൊക്കെ ചെയ്യും. അപ്പോൾ ഓൾറെഡി കൂർക്ക ഞാൻ നന്നാക്കി വെച്ചതേ. വിജയചേട്ടൻ അത് മുറിക്കാൻ വിട്ടുപോയി, എന്നിട്ട് വേവിച്ചു വെച്ചു വിജയചേട്ടൻ അറിയാതെ. അപ്പോൾ പിന്നെ ഞാൻ ഇനി അത് മുറിക്കാൻ നിന്ന് അത് ആകെ പൊടിഞ്ഞ് വൃത്തികേടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഈ ഒരു പരുവത്തിന് ആക്കിയെടുത്തു. കൂർക്കുപ്പേരി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ചോറുണ്ടു രാത്രി. ടിഫിനൊക്കെ പാക്ക് ചെയ്ത് കിടന്നുറങ്ങി. അപ്പം അങ്ങനെ നേരം വെളുത്ത്
നമ്മൾ ജോലിക്കൊക്കെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.